എല്ലാവർക്കും മല്ലു സിവിൽ സർവീസ് ഹസ്ബൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് നിന്ന് കാണുന്നത്. കാരണം കുറേ പഠിക്കാണ്ടായിരുന്നു, കുറേ സബ്ജക്റ്റുകൾ കവർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് തീർത്ത് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. എപ്പിഡമിയോളജിയാണ്. നമ്മുടെ അസുഖങ്ങൾ, രോഗങ്ങൾ, അത് അങ്ങനെ ക്യൂറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൂടിയിട്ടുള്ള സബ്ജക്റ്റാണ് എപ്പിഡമിയോളജി. അപ്പോൾ അതിൻ്റെ എക്സാമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് എക്സാമിന് പോവുകയാണ്. ഏകദേശം 62 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം പോകാൻ. കൊച്ചിയിലാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം, ട്രാവൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ. ട്രാവൽ വ്ളോഗ് എന്ന് അത്ര പറയാൻ പറ്റില്ല, കാരണം അത്രയും കണ്ടൻ്റ് ഒന്നുമില്ല ട്രാവലിൻ്റെ, ജസ്റ്റ് പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് കൊച്ചി കല്ലൂർ ഇഗ്നു സെൻറ്ററിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എക്സാമിന് പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ ഏകദേശം ഒരു വാച്ചില്ല, ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്, 9 മണി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ലേറ്റ് ആയി, കാരണം നമ്മൾ നൈറ്റ് ലൈഫാണല്ലോ ഏറ്റവും കൂടുതൽ. നൈറ്റ് മാക്സിമം പഠിച്ചിട്ട് ലേറ്റായി കിടന്നു തുടങ്ങി, രാവിലെ ലേറ്റായിട്ട് എണീക്കുന്ന സ്വഭാവമാണ്. അത് മാറ്റേണ്ട സ്വഭാവം എന്ന് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു തന്നത്, നമ്മളിപ്പോൾ ഇനി എക്സാമിന് പോകണം. അതിന് മുമ്പ് രാവിലെ ഒന്ന് ഫ്രഷ് ആവണം, പല്ല് തേക്കണം, ബാത്റൂമിൽ പോകണം, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. എക്സാമിന് പോകുന്നേക്കാട് മുമ്പ് അന്നത്തെ ദിവസം ഒന്ന് മോർണിംഗ് ഒന്നല്ല എക്സാം സെൻറ്ററിൽ എത്തിയിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് റിവിഷൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. ജസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ഒന്ന് ഓടിച്ചു വെക്കും, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ക്യാച്ച് ചെയ്ത് വയ്ക്കും. പരിപാടി ഫിനിഷ്ഡ്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നു, ട്രിവാൻഡ്രം എറണാകുളത്തേക്ക് പോകുന്നു, എക്സാം എഴുതുന്നു, തിരിച്ച് റിട്ടേൺ വരുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി, കലാപരിപാടികളുടെ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വാ. നല്ലൊരു എക്സാം ദിവസമായിട്ട് നല്ല കിടക്കാച്ചി മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പല്ലേക്കാൻ നിന്നപ്പോൾ തന്നെ നന്നായിട്ട് മഴ തോളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പേപ്പർ, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി. മെയിൻലി പബ്ലിക് ഹെൽത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ ഹെൽത്ത് സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, പ്രൈവറ്റ്, പബ്ലിക്, പിന്നെ NGOs, ഇങ്ങനെ സകലമാന കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ നമുക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നോട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് തന്നെ കുറച്ച് നേരം എന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റിവിഷൻ ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ മുമ്പ് ഓൾറെഡി നോട്ട്സ് എഴുതി വെച്ചതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അതെല്ലാം ഒരു റൗണ്ട് കൂടെ ഒന്ന് വായിച്ച് എത്തിക്കുകയാണ് ചെയ്യുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ റിവിഷനൊക്കെ റൗണ്ട് തീർന്നിട്ടുണ്ട്. പിന്നെ മോർണിംഗത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ദോശ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഉച്ചവറായി, 11 മണി ആവാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ എക്സാം സെൻറ്ററിലേക്ക് പോകാം. ഇവിടുന്ന് ബൈക്കിൽ പോകുന്നു, ദെൻ മെട്രോ. തട്ടാ. അപ്പോഴത്തേനും വൈഫ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഡ്ഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റായി വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ദിവസം തുടക്കം എന്തായാലും അടിപൊളിയായി. വീട് തൊട്ടത് ഇവിടം വരെ ഗംഭീരമായിരുന്നു. ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് വെള്ളത്തിലായിട്ടുണ്ട്. ക്യാമറ പുറത്തേക്ക് എടുക്കാനേ പറ്റുന്നുണ്ടായില്ല. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ, മുട്ടം DMAX സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ മെട്രോ കയറുന്നത്. ഇവിടെ ഒരു പാർക്കിങ്ങിൽ നമ്മൾ ബൈക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബൈക്ക് വെച്ചതിന് ശേഷം നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കലൂരുള്ള റീജിയണൽ ഇഗ്നു സെൻറ്റർ. മെട്രോനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ റീസൺസ് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ എക്സാം സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മൾ താഴത്ത് എത്തിയിട്ടുണ്ട്. എക്സാം നല്ല എളുപ്പമായിരുന്നു, സിമ്പിളായിട്ട് പാസ്സാവും, 100% കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് മുട്ടം മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ ബൈക്കൊക്കെ എടുത്തു, ഒരു ചായയും കുടിച്ച് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും തോന്നുന്ന ഡൗട്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ആലുവ വരെ ബൈക്കിൽ പോയിട്ട് അവിടെ നിന്ന് മെട്രോ കയറി പോകണമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ എക്സാം കല്ലൂരാണ്, കല്ലൂർ ഇഗ്നുവിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് എക്സാം വേണ്ടത്. പക്ഷെ നമ്മൾ മുട്ടം DMAX സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറിയിട്ടാണ് നമ്മൾ കല്ലൂർ വരെ പോകുന്നത്. അതിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കും, പിന്നെ വരുന്ന പ്രൈവറ്റ് ബസ്സുകാർ. ചില പ്രൈവറ്റ് ബസ്സുകാർ വരുന്നതിൻ്റെ ലെവൽ കണ്ടെങ്കിൽ നമുക്ക് തന്നെ പേടിയാവും. എന്താ പറയുക, ഒരു ബോധമില്ലാത്ത രീതിയിൽ നമ്മുടെ സൈഡിൽ കൂടെ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ തൊട്ടില്ല എന്നുകൊണ്ട് തന്നെ കയറി വരും. അതുകൂടാണ്ട് പിന്നെ സിഗ്നൽ, ബ്ലോക്ക്, ഇൻ കേസ് എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ പെട്ടു. വെള്ളം കൂടെ ആയി കഴിഞ്ഞില്ലേ, ഓരോരുത്തരുടെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ കാറിലൊക്കെ അവർ പോകുന്നുണ്ടാവും, വെള്ളത്തോടെ എടുത്തെടുത്ത് പോവും. ആ പോകുമ്പോൾ ആ വണ്ടി പോകുന്ന ഗ്യാപ്പിലുള്ള വെള്ളം ഫുള്ള് നമ്മുടെ മുഖത്തേക്ക് അടിക്കും. നമുക്ക് സ്വന്തമായിട്ട് വൈപ്പറൊന്നും ഇല്ലല്ലോ, ഫ്രണ്ട് ഓപ്പൺ ഹെൽമെറ്റാണ്. അപ്പോൾ അടിയിൽ കൂടെ ഒക്കെ വെള്ളം അടിച്ച് കയറി ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ബൈക്കിൽ പോയി മുട്ടത്ത് നിന്ന് മെട്രോ കയറും. മെട്രോ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെൻഷൻസ് ഒന്നുമില്ല, സുഖമായിട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക്
ബ്ലോക്കും ഇല്ലാണ്ട് സുഖമായിട്ട് കലൂർ സ്റ്റാൻഡിൻ്റെ അവിടെ പോയി ഇറങ്ങാം. അതിൻ്റെ തൊട്ടടുത്താണ്, കുറച്ചൊരു 5 മിനിറ്റ്സ് വാക്കുള്ളൂ ഇഗ്നോയുടെ സ്റ്റഡി സെൻറ്ററിലേക്ക്, റീജിയണൽ സെൻ്ററാണിത്, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഖമായിട്ട് അവിടെ നിന്ന് നടന്നു പോവാം. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ മെട്രോ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസണായിട്ട് വന്നത്. പിന്നെ മെയിനായിട്ട് കാര്യം പറയാൻ വിട്ടുപോയി, ഒരു ട്രാവൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. പണ്ട് ഫസ്റ്റ് കൊച്ചി മെട്രോ വന്ന സമയത്തൊക്കെ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ മെട്രോ കയറിയിട്ടൊക്കെ പോകാറുണ്ട്. ആ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുണ്ടായത് ടൂറിസം പോലെയാണ് ആൾക്കാർ കയറുണ്ടായത്. അതായത് മെട്രോ കാണാൻ വരുന്ന മെട്രോ എക്സിബിഷൻ പോലെയായിരുന്നു. മെട്രോ എന്നത് കാണാനും ആ പരിസരം കാണാനും മെട്രോയിൽ കയറാനൊക്കെ ആഗ്രഹിച്ചിരുന്ന വീട്ടുകാർ, കൂട്ടുകാർ, പിന്നെ സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ വരുന്നവർ, അങ്ങനെയാണ് ഞാൻ മെട്രോ ആൾക്കാരെ കണ്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചത് മെട്രോ ഫ്ലോപ്പ് ആവും, സക്സസ് ആവത്തില്ല. കാരണം മുകളിലുള്ള അതേ തിരക്ക് താഴത്തെ വണ്ടികളും കാണുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാരണം മുകളിലുള്ള എല്ലാവരും ടൂറിസ്റ്റിനെ പോലെ കാഴ്ചകൾ കാണാൻ വരുന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ ആ സമയത്ത്, സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ തീരെ തിരക്കില്ലാണ്ടായി. അപ്പോൾ ഞാൻ വെച്ച് ഈ പരിപാടി ഫ്ലോപ്പായി പോകുന്നത് വെച്ചിട്ടുണ്ടായി. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് മെട്രോ ഇപ്പോൾ സക്സസ് ആണ്. കാരണം മുമ്പ് മെട്രോ കാണാനും ഫോട്ടോ എടുക്കാനും വന്നിരുന്ന ആളുകൾക്ക് പകരം ഇപ്പോൾ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ട് പലർക്കും മെട്രോ. നല്ല തിരക്കായിരുന്നു. അതാണ് മെയിൻലി മെട്രോത്ത് വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. പിന്നെ ഒരു കേസ്, മെട്രോയിൽ കയറിയ വഴിക്ക് നിങ്ങൾ കണ്ട് കാണും, മെട്രോയിൽ കയറിയ വഴിക്ക് തന്നെ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യേണ്ടി വന്നു. അവിടെ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞു, അങ്ങനെ വന്ന് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിളിക്ക്, ക്യാമറ അലൗഡല്ല, പെർമിഷൻ എടുക്കാണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ എക്സാമിന് പോകുന്ന ഞാൻ ഇനി പോയിട്ട് പെർമിഷൻ എടുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് മെട്രോയിൽ കയറിയത്. ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോനകത്ത്. അപ്പോൾ പിന്നെ ആ ഒരു തിരക്കിൽ പലർക്കും ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആകും. ഓരോരുത്തരും ഓരോ ക്യാരക്ടറായിട്ടുള്ളവരാണ്, ഓരോരുത്തർക്ക് ഓരോ നേച്ചറാണ്. അപ്പോൾ പലർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാൻ നിന്നില്ല. അതാണ് മെട്രോയുടെ അകത്തെ കാഴ്ചകളൊന്നും കാണിക്കാത്തത്. പക്ഷേ പണ്ടത്തെ മെട്രോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെട്രോ ഇപ്പോൾ ഒരു സക്സസ് ആണ് കേട്ടോ. കാരണം നല്ല തിരക്കുണ്ട്, ആവശ്യത്തിന് നല്ല തിരക്കുണ്ട്. ആൾക്കാരും നന്നായിട്ട് ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വലിയൊരു പദ്ധതി വന്നിട്ട് അത് നശിച്ചു പോയില്ല, അതൊന്ന് പിക്കപ്പ് ചെയ്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ താഴത്തെ തിരക്ക് അത് വെച്ച് കുറഞ്ഞിട്ടൊന്നുമില്ല, ഹൈവേലത്തെ തിരക്ക് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെട്രോ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നത്. ഇനി എക്സാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം സത്യം പറഞ്ഞാൽ എളുപ്പമായിരുന്നു. ഓൾറെഡി പാസ്സാവുന്ന നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അത്രയും എക്സാം പഠിച്ച് കഴിഞ്ഞ് പാസ്സാവുന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന ശേഷം മാത്രം എക്സാം എഴുതാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എക്സാമുകൾ അറ്റംപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ എക്സാം പാസ്സാവുന്ന എന്തായാലും ഉറപ്പാണ്. ആ സബ്ജക്റ്റും പാസ്സായി. ഇനി നമുക്ക് ആകെ ഒരു 2 സബ്ജക്റ്റാണ് എക്സാമിനുള്ളത്. 2 ഇംഗ്ലീഷ് പേപ്പേഴ്സാണ് നമുക്കിനി പെൻഡിങ് ഉള്ളത്. അത് സെക്കൻഡ് ഇയറിലത്തെ. തേർഡ് ഇയറിലത്തെ കുറച്ച് പേപ്പേഴ്സ് ഇനിയും പെൻഡിങ് ഉണ്ട്, അത് ഇനി ഡിസംബറിൽ എഴുതണം. അപ്പോൾ നമ്മളിനി ഇംഗ്ലീഷ് പേപ്പേഴ്സാണ് വലിയ ടഫ് ആവത്തില്ല. കുറേ ഒന്നാമത്തെ ഒരു 30 മാർക്കിന് ഒരു പാസേജ് എന്നിട്ട് പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആവും. പിന്നെ ഒരു പേപ്പറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡെഫിനേഷൻസ് ആണ്. റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാണ്ട്, റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെ കോൺവെർസേഷൻ, അങ്ങനെ കോൺവെർസേഷൻ, ഇൻഫോർമൽ കോൺവെർസേഷൻ ഒരു സബ്ജക്റ്റാണ്. വേറെ എണ്ണത്തിൽ ഇതുപോലെ തന്നെ ഒരു 19 മാർക്കിൻ്റെ പാസേജിൽ നിന്ന് ആൻസർ റൈറ്റിങ്ങും, പിന്നെ വരുന്നത് ഗ്രാമേഴ്സാണ്. എങ്ങനെ ഇപ്പോൾ പറയാം, പാസ്റ്റ് പ്രസൻറ്റൻസ്, പിന്നെ ഫോണറ്റിക്സ്, അങ്ങനെ കുറേ ഗ്രാമർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അതും പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനി തൊട്ടിട്ട് നമ്മുടെ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതായത് 2025 സിവിൽ സർവീസിൻ്റെ മെയിൻ പ്രിപ്പറേഷൻസ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മുതൽ ഡെയിലി ന്യൂസ് പേപ്പർ റീഡിങ്, എക്സ് റൈറ്റിംഗ് പ്രാക്ടീസസ്, PYQ അനാലിസിസ്, പിന്നെ NCERT, ഇഗ്നു, പിന്നെ മെയിൻസിൻ്റെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ടൈം ടേബിൾ, ഒരു പുതിയ ടൈം ടേബിൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് ഇഗ്നുവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ടൈം ടേബിളാണ്. ഇനി അത് നമുക്ക് പറ്റത്തില്ല. ഇഗ്നുവിൻ്റെ ഓൾമോസ്റ്റ് ഒരു കുറേ പേപ്പേഴ്സ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു, അത് പാസ്സാവുന്നുള്ളൊരു ഉറപ്പാണ്. ഇനി വരാൻ പോകുന്ന പേപ്പേഴ്സും ഡിസംബറിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈമുണ്ട്. പിന്നെ നമ്മൾ 2025 സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രിലിമിനറി എക്സാമിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ മെയിൻ എക്സാം കൂടി കണ്ടുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ മെയിൻ എക്സാമിന് സമയം കിട്ടത്തില്ല. അപ്പോൾ എസ് റൈറ്റിങ്ങും പ്രിലിംസിനും CSATും PYQ ഒക്കെ അനാലിസിസ് ചെയ്ത് അതിന് മുമ്പ് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തീർക്കാണ്ട് നമുക്ക്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഞാൻ ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീണ്ടും NCERTയുടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ മെയിൻസുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുകൂടാണ്ട് ഈ PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം. കൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഞാൻ ഒരു പുതിയൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുക, പഠിക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഫുൾ ഡേ പഠിക്കാം എന്നുള്ള പ്ലാനിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് പഠിച്ച് സിവിൽ സർവീസ് 2025 പാസ്സാവണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ.
അപ്പോൾ എൻ്റെ ഈ പുതിയ പഠിക്കാനുള്ള പ്ലാൻസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുറച്ച് ടൈം എടുക്കും. ഞാൻ അതിൻ്റെ ട്രാക്കിലാക്കണം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. കുറച്ച് വെബ്സൈറ്റുകളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇൻസൈറ്റ് ഓഫ് ഇന്ത്യ, പിന്നെ UPSC-PDF.com എന്നൊക്കെ സൈറ്റ്സുകളുണ്ട്. അപ്പോൾ ആ സൈറ്റുകളിൽ നിന്നെല്ലാം ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി ന്യൂസ് പേപ്പർ മാത്രമല്ലാണ്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ ന്യൂസ് പേപ്പർ ഫുള്ളി വായിച്ചു കഴിഞ്ഞാലും അത് കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെയിലി അനാലിസിസ് ചെയ്യണം. കാരണം നമ്മൾ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിച്ച് മുന്നോട്ട് പോയി നമ്മൾ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കി മിസ്റ്റേക്ക് വരാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം. മിസ്റ്റേക്ക് വരും, സ്വാഭാവികമാണ്. അങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തിട്ട് പോകാനുള്ളൊരു ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ എഴുതണം, അതിൻ്റെയൊക്കെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എങ്ങനെ എഴുതണം, എത്ര പാരഗ്രാഫ്സ് ആക്കണം, അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെ വേണം, ഹെഡ് മറ്റേ സ്റ്റാർട്ടിങ് പാരഗ്രാഫ് എങ്ങനെ വേണം, ഹെഡ് എങ്ങനെ വേണം, ബോഡി എങ്ങനെ വേണം, കൺക്ലൂഷൻ എങ്ങനെ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പിന്നെ PYQ ലാസ്റ്റ് ചെയ്ത 5 ഇയേഴ്സിൻ്റെ PYQ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ 2024 തൊട്ടിട്ട് ബാക്കിലേക്ക് 4 to 5 ഇയേഴ്സിൻ്റെ PYQ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതും ഒന്ന് അനാലിസിസ് ചെയ്യണം. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ഞാൻ നോക്കുന്നത്. ഹിന്ദു ന്യൂസ് പേപ്പർ ഞാൻ തന്നെ വായിച്ച് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അതിനു മുമ്പ് ഞാൻ വായിച്ച് ഞാൻ അടയാളപ്പെടുത്തി കറക്റ്റ് ആണോ, ഇതന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണോ എന്ന് ഞാൻ ഏതെങ്കിലും ഒരു റിസോഴ്സസ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കും. ഇത് കൂടാണ്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഞാൻ മിസ് ചെയ്ത് വല്ലതും ഉണ്ടെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മെയിൻ മെത്തേഡ്സ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാക്ടീസ് ഒരു 1 to 2 വീക്സ് കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാം. ഇനി ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതും അതായത് ഇപ്പോൾ ടൈം ടേബിൾ എങ്ങനെയാണ്, പിന്നെ മെയിൻസിൻ്റെ റൈറ്റിങ്സ് എങ്ങനെയാണ്, പിന്നെ ബുക്സ് ഏതൊക്കെയാണെന്നുള്ള അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു. ആ വീഡിയോസ് ഞാൻ ചെയ്തു തരാം. ഇനിയിപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടും, ആ ഒരു ടൈമിനനുസരിച്ച് ഞാൻ ചെയ്തുതരാം. എല്ലാം ഒന്ന് ട്രാക്കിലാക്കി കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെന്താ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എക്സാമുകൾ ഓൾമോസ്റ്റ് ഇഗ്നുവിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി 2 പേപ്പേഴ്സ് കൂടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇഗ്നു ഓൾമോസ്റ്റ് ആയിട്ടുള്ളൂ. കാരണം കുറച്ച് പേപ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റാണ്ടിരുന്നു, കൈ ഒടിഞ്ഞതിൻ്റെ പേരിൽ എഴുതാൻ പറ്റാത്തതുണ്ട്. പിന്നെ ഇഗ്നു ഒരേ ടൈമിൽ 2 എക്സാം ഒന്നുകൊണ്ട് എഴുതാൻ പറ്റാത്തതുണ്ട്, എക്സാം സെൻറ്റർ കിട്ടാത്തതുകൊണ്ട് എഴുതാൻ പറ്റാത്തതുണ്ട്. നേരത്തോടെ രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം സെൻറ്റർ ഇവിടെ തന്നെ കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി പഠിപ്പിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.